സാർ ഈയിടെ ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനകളൊക്കെ വളരെയേറെ വിമർശനം കിട്ടുന്ന കുറേ സബ്ജക്റ്റുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഒരു പാർട്ടിക്ക് CPM-ന് ഒരു തിരിച്ചടിയാണോ, അതോ പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല? അപ്പോൾ എന്താണ് ഇതിന്റെ ബ്രിട്ടാസ് തീർന്നോ? ബ്രിട്ടാസ് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നല്ലോ പാർട്ടിക്കകത്ത്. ബ്രിട്ടാസിന്റെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി പാർട്ടിക്കകത്ത് വലിയൊരു തർക്കം ഉണ്ടായിരുന്നു. അതിനകത്ത് അന്ന് തീരുമാനമെടുത്ത പിണറായി വിജയനാണ്. ആ തീരുമാനം പിണറായി വിജയന്റെ മാത്രം ഇരുന്ന് പാർട്ടി തീരുമാനമായിട്ട് പിണറായി വിജയന് കൊണ്ടുവരാൻ പറ്റും. പാർട്ടി പുള്ളിയുടെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ താഴെത്തട്ട് തരയെ ബ്രിട്ടാസ് എന്തിനു കൊണ്ടുവന്നു, ബ്രിട്ടാസിന് എന്താണ് പാർട്ടിക്കകത്തുള്ള കാര്യം, അതായത് ബ്രിട്ടാസ് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഉള്ള കാര്യത്തെപ്പറ്റി അംഗീകരിക്കാൻ ബ്രിട്ടാസിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സാധാരണക്കാരന് കഴിഞ്ഞിട്ടില്ല, സാധാരണ പാർട്ടിക്കാരന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബ്രിട്ടാസിന് ഒന്നും വിഷയമില്ലായിരുന്നു. ബ്രിട്ടാസിനകത്ത് പാർട്ടിക്കകത്ത് ഏറ്റവും വേണ്ട പാർട്ടി എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് പോലെ പിണറായി ആയിരുന്നിടത്ത് പിണറായിയുടെ സ്വന്തം ആളായിരുന്നു. ബ്രിട്ടാസിനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറ്റുമായിരുന്നു. ബ്രിട്ടാസ് വിചാരിക്കുന്നവർ, അതായത് ബ്രിട്ടാസിന്റെ സ്ഥാനാർത്ഥിയെ വീണ ജോർജും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പലതും. പിന്നെ അങ്ങനെ പലരും ബ്രിട്ടാസിനെയായിരുന്നു സമീപിക്കുന്നത്. ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പ്, ഇവിടെ വിജയകുമാർ സാർ പറഞ്ഞതുപോലെ ചെറിയാൻ ഫിലിപ്പിന് MP ആവണമെങ്കിൽ ബ്രിട്ടാസിനെ സമീപിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. മമ്മൂട്ടിക്ക് MP ആവണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അന്നേരവും ബ്രിട്ടാസിനെയാണ് സമീപിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം അതേ രീതിയിലേക്ക് ഉള്ള ഒരാൾ. അപ്പോൾ അയാളിപ്പോൾ പിന്നെ ലോക്സഭ വന്നപ്പം ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള ഇന്നസെന്റും, അല്ലെങ്കിൽ ഈ ശൈലജ കുമ്പളുടെ ടീച്ചറുണ്ടല്ലോ, ശൈലജ ടീച്ചറിന് മുമ്പുള്ള ഒരു ടീച്ചർ MP ആയിട്ടിരുന്ന ശ്രീമതി ടീച്ചറും റഹീമും ഒക്കെ അവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതും ഇംഗ്ലീഷ് പറയുന്നതും കണ്ടപ്പോൾ ബ്രിട്ടാസ് അവിടെ വന്നപ്പോൾ വളരെ വൃത്തിയായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്നു. നല്ല ഭാഷയുണ്ട്, കാര്യങ്ങൾ സംസാരിക്കും, വിഷയങ്ങൾ സംസാരിക്കും. ആ രീതിയിൽ പ്രേമേന്ദ്രന്റെ കൂട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വന്നു. പക്ഷെ ഇപ്പം ബ്രിട്ടാസ് ഓരോ ദിവസവും തേഞ്ഞുകൊണ്ടിരിക്കുക. ബ്രിട്ടാസ് ഇന്ന് ചാടുന്നതൊക്കെ നമ്മൾ പറയത്തില്ലേ, ചില ആൾക്കാർ വളയത്തിൽ കൂടെ ചാടി വളയമില്ലാതെ ചാടുവാണ് എന്ന് പറഞ്ഞ പോലെ ബ്രിട്ടാസ് ഇപ്പൊ സർവ ഈ CPM-നകത്തൊരു അപചയം വരികയും CPM-നകത്തൊരു പ്രശ്നം വരികയും, അപ്പൊ ആ ഒരു വാക്കും ആ ഒരു ഗ്യാപ്പ് ബ്രിട്ടാസ് കയറിന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ബ്രിട്ടാസ് എന്തൊക്കെയോ കാണിക്കുക. CJP സമരത്തിനകത്ത് നമ്മൾ പറയത്തില്ലയോ, ഞാൻ മുമ്പേ ഒരു ഇതിനകത്ത് പറഞ്ഞ പോലെ മുതല എരുമയെ പിടിക്കുമ്പോഴും പോത്തിനെ പിടിക്കുമ്പോഴും അതിനകത്ത് ഈച്ചയും കൂടെ പറയും, ഞാനും മുതലയച്ചനൂടെ പിടിക്കുകയെന്ന് പറയുന്നതൊക്കെ ബ്രിട്ടാസിന്റെ കാര്യം. CJP-ക്കാരൻ സമരം നടത്തി, അവന്റെ വിഷയം അകത്ത് അത് വേറെ പലരും മുതലെടുക്കാൻ ഇടമുണ്ട്, അത് വേറെ ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. ഒരുപക്ഷെ അതൊന്നും അല്ല അവരുടെ സമരത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യത്തിനകത്ത് എത്ര വേറെ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ന്യായമുണ്ട്. അതൊരു പക്ഷേ BJP-യെ ബാധിക്കുമെന്ന് കണ്ട് BJP-യുടെ കുഴപ്പം തിരിച്ചറിഞ്ഞാൽ സമരം വിജയിപ്പിച്ചു. അതിന്റെ പുറകിൽ അവിടെ ഇവിടെ നിന്ന് ദൂരെ മാറി ഈ ഗ്ലാസ് ഉണ്ടാവാന്നൊക്കെ വിളിച്ച പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങളാ നടത്തിയെന്നൊക്കെ റഹീമും ബ്രിട്ടാസോടെ പറഞ്ഞ് അത് തേഞ്ഞൊലിഞ്ഞങ്ങ് മാറി. അവിടുന്ന് ഇവര് ഷൈൻ ചെയ്യാൻ വേണ്ടിയ വാംചുക്കിനെ വെള്ളത്തുള്ളി പൊഴിഞ്ഞുകൊണ്ട് പോയപ്പോൾ അവിടെ കാണാൻ ചെന്നപ്പോൾ അവിടെ അറിയാമല്ലോ, അവിടെ വെച്ച് പോയി. ഇന്നലെ പാർലമെന്റിലാണെങ്കിൽ ഒരു MP പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഇയാൾ അതിന്റെ പുറകെ പുള്ളി അമ്മ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിന്റെ പുറകെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു നിന്റെ അമ്മയാന്ന് പറഞ്ഞു. അത് ലോകം മൊത്തം കണ്ടു, മനസ്സിലായി. തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും. അതായത് ഇങ്ങനെ ഒരു മാത്രമല്ല, ഇദ്ദേഹത്തിന് ഈ രാജ്യസഭാ സീറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ രണ്ടാമത് വിജയിച്ചു വരാൻ പറ്റുന്ന ഒരു ഇടവുമില്ല. പിന്നെ അതിന്റെ സാങ്കേതികം വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്നാലും ഒരു രാജ്യസഭാ MP-യെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇടം ഇവിടെ ഇല്ല. അതായത് ബ്രിട്ടാസ് CPM-നകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി ആവാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ അവസരത്തിലെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ തലതൊട്ടപ്പനായിട്ടുള്ള ആള് അതായത് പിണറായി വിജയൻ ബ്രിട്ടാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സംഘമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട് പല കാര്യത്തിനകത്ത്. പിണറായി വിജയന്റെ വീഴ്ച ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ നമ്മൾ പറയത്തില്ലേ, മരിക്കാൻ കിടക്കുകയാണ്, ശരശയിൽ കിടക്കുകയാണ്, എന്ന് മരിക്കണമെന്ന് പിണറായി ഭീഷ്മർ തീരുമാനിക്കുമായിരുന്നു. ഭീഷ്മർക്ക് തീരുമാനിച്ചാലേ മരിക്കാൻ പറ്റത്തുള്ളൂ, അത്തരത്തിൽ കഴിവുണ്ട്. കാരണം ശരശയെ കിടന്നിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പം ഇദ്ദേഹത്തെ ശരശയിൽ ഇട്ടേക്കാണ് പിണറായി വിജയൻ. അത് എന്ന് മരിക്കണമെന്ന് ബാക്കി അടുത്ത സമ്മേളനത്തോടു കൂടി മറ്റു പലരോടും തീരുമാനിക്കും. അതോടുകൂടി ഇയാളുടെ പെട്ടിയും താക്കോലും എടുത്ത് കൊടുക്കും, മോനും പൊക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇയാളെ ഒരുപക്ഷെ പാർട്ടിക്കകത്ത് വളരെ സീനിയറായിട്ടുള്ള പാർട്ടി സഖാക്കൾക്ക് പോലും പിണറായി ഇയാളെ അഡ്ജസ്റ്റ് ചെയ്യാനോ ഇയാളെ ഇഷ്ടമോ ആയിരുന്നില്ല. അതായത് ബ്രിട്ടാസ് ഇപ്പൊ കാണിക്കുന്ന വെപ്രാളം, ഒന്നുകിൽ ബ്രിട്ടാസ് പണി നിർത്തി പോകേണ്ടി വരും, അല്ലെങ്കിൽ ബ്രിട്ടാസ് ഈ വെപ്രാളമൊക്കെ കാണിച്ച് ഞാനൊരു നല്ല നേതാവാണേ, ഞാനാണേ നേതാവെന്നൊക്കെ കാണിച്ച് വേറെ ഏതെങ്കിലും ഒരു ഇടം കണ്ടത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് കൂടി നമ്മൾ വിചാരിക്കേണ്ടി വരും. അതിനകത്ത് വേറെ ചില പാർട്ടിക്കകത്ത് ഞാൻ കൊള്ളാം, നല്ല പാർലമെന്റേറിയൻ, നല്ല എനിക്കിതൊക്കെ സാധിക്കുന്നുണ്ട്, ഇതിനകത്ത് ഇടമില്ല. അങ്ങനെയാണല്ലോ. കാരണം ഇതിനൊക്കെ 2027 പകുതി വരെയൊക്കെയല്ലേ ഉള്ളൂ. എനിക്കൊന്ന് 2027 വരെയൊക്കെ ഉള്ളൂ. അപ്പൊ ഏതായാലും ബ്രിട്ടാസിന് ഇപ്പൊ എല്ലായിടത്തും ബ്രിട്ടാസ് കളം പിടിക്കാൻ ശ്രമിക്കുന്നു.
ബ്രിട്ടാസ് കളം പിടിക്കാൻ ശ്രമിക്കുന്നത് CPM-നകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പം. പക്ഷെ ആ കളമൊക്കെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും തെറ്റി വീഴുകയാണ്. ലോകത്ത് എല്ലാവരും കാലും മുടക്കി അടിക്കുന്ന ഒരവസ്ഥ. ലോകത്തുള്ളവനെല്ലാം എന്നെ എന്തെങ്കിലും വിളിച്ചിട്ട് പോകുമെന്ന് പറയത്തില്ലേ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസിന് ഇപ്പൊ എവിടുന്ന്. അപ്പൊ ആ അംഗീകാരത്തിന്റെ ഒരു വിഷയമാണ്. ഇയാള് വലിയ പൊലിപ്പിച്ച് കാണിക്കുകയും ഇയാളെ കാണുമ്പം RSS മൂത്രമൊഴിക്കുന്നു, അല്ലെങ്കിൽ എന്തുവാ അമിത്ഷാ മൂത്രമൊഴിക്കുന്നു പറഞ്ഞ് ഇവിടുത്തെ ചില ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ പറയുന്നെങ്കിലും അയാൾ ഒന്നുമല്ല എന്നുള്ള രീതിയും അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള രീതി വെച്ചിട്ടാണല്ലോ ഒരാളെ വെറുതെ ഇസ്പേഡ് ഏഴാം കൂലിയായിട്ട് തരുന്നത്. പാർലമെന്റിലായാലും മറ്റു പലയിടത്തായാലും എല്ലായിടത്തും തറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ബ്രിട്ടാസ് പോയി. ബ്രിട്ടാസ് കഴിവില്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ എന്തുവാ നമ്മളീ പറയുന്ന പാർലമെന്റ് സംസാരിക്കാൻ അറിയാത്തവനാണെന്നോ ഒന്നുമല്ല. പക്ഷെ സംസാരിച്ചിട്ട് കാര്യമില്ല. നാളെ കാലത്ത് ഒരു ഇടമില്ല, നിന്നെ സംരക്ഷിക്കാൻ ആരുമില്ല. പാർട്ടിക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? പാർട്ടിക്കാർ ഇയാൾ എന്ത് പറയുമ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയില്ല. കാരണം ഇവിടെയൊക്കെ അന്ന് ബ്രിട്ടാസിന് അനുകൂലമായിട്ടല്ല പ്രകടനം നടത്തിയത്. കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പോലീസ് കയറിയതിനെ എതിരായിട്ട് അന്ന് ഓർമ്മയില്ല. അതാണ് അവരുടെ മുദ്രാവാക്യം. അല്ലാതെ ബ്രിട്ടാസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരിടത്ത് ഒരു മുദ്രാവാക്യം നമ്മൾ കണ്ടില്ല. അപ്പൊ തന്നെ അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിനകത്ത് ഒരുപക്ഷെ ഐഷി ഘോഷിനെ പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ബ്രിട്ടാസ് ആ ബ്രിട്ടാസിന് അവിടെ യാതൊരു വിലയും അവർ കൊടുത്തില്ല. അവിടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ എന്തിന് പോലീസ് കയറി? അവിടുന്ന് ആരോ പോലീസിനെ ചാടിച്ചു. അത് ബ്രിട്ടാസാന്ന് പറയാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അത്തരത്തിലൊരു പ്രസ്താവന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടത് ഇല്ലല്ലോ. അല്ലെങ്കിൽ ബ്രിട്ടാസിനെ പൂഴ്ത്തിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഇവിടെ കണ്ടില്ല. അപ്പം അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പൊ ബ്രിട്ടാസ് ഏതാണ്ട് CPM-ന് പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്ക്, അല്ലെ ഇതോടുകൂടി CPM-ൽ നിൽക്കാം എന്നുണ്ടെങ്കിലും ബ്രിട്ടാസിന് യാതൊരു റോളുമില്ലാത്ത, നമ്മൾ പറയത്തില്ലേ മറ്റു പലരെയും ഒതുക്കണ്ടവരെ അവരുടെ സ്ഥാനമാനം കഴിയുമ്പോൾ പരിഗണിക്കാതെ ഒതുക്കി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ ബുദ്ധിയുള്ള ഒരു പാർട്ടിയാണ് CPM. അതേ രീതിയിലേക്ക് ബ്രിട്ടാസിന്റെ ജാതകം എഴുതി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടാണോ ബ്രിട്ടാസിന്റെ വെപ്രാളം പിടുത്തം, അതോ മനസ്സിലാക്കാതെയാണോ ബ്രിട്ടാസിന്റെ വെപ്രാളം പിടുത്തം എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഏതായാലും ബ്രിട്ടാസിന് പാർട്ടിക്കകത്ത് നമ്മൾ പറയത്തില്ലേ ഇടനിലക്കാരൻ, ആ റോഡ് വളരെ കൃത്യമായിട്ട് വളരെ കാലമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ 17 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന പിണറായി വിജയനും അതിനുശേഷം 10 കൊല്ലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന പിണറായി വിജയനും ആയിരുന്നു ഈ പറയുന്ന ഒരു 10-30 കാലം പാർട്ടിയെ നയിച്ചുകൊണ്ട് പോയിരുന്നു, തീരുമാനിച്ചുകൊണ്ട് പോയിരുന്നു. അയാളുടെ ഒരാളായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ബ്രിട്ടാസ്. അപ്പം പിണറായി വിജയന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന CPM-നെ പിണറായി വിജയന്റെ ആളായിട്ട് നിൽക്കുന്ന ബ്രിട്ടാസിനെ കൈകാര്യം ചെയ്യാൻ ഒരവസ്ഥയിലും സാധിക്കത്തില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആൾ ആ പ്രസ്ഥാനത്തിനകത്ത് കാണത്തില്ല. അതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നിരുന്ന ഒരു ബ്രിട്ടാസാണ്. അതുകൊണ്ട് മാത്രം മറ്റ് പലർക്കും കിട്ടേണ്ടിയിരുന്ന ഒരു രാജ്യസഭാ സീറ്റാണ്. ഇനിയൊരു രാജ്യസഭാ സീറ്റോ ഇനിയൊരു ഇടമോ ഒരു പക്ഷേ ബ്രിട്ടാസിന് CPM-നകത്ത് കാണത്തില്ല. കാരണം ബ്രിട്ടാസിനെ തീർക്കാൻ CPM നേരത്തെ ഒരുങ്ങിയിരുന്നു. അതിന് ബദലായിട്ട് നിന്നത് പിണറായി വിജയനാണ്. ഇപ്പൊ പിണറായി തീരുന്നു, അതിന്റെ കൂടെ ബ്രിട്ടാസിന് തീരാൻ അല്ലെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ അത് സാധ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.